നമസ്കാരം. കെ എസ് ആറിന്റെ 41ാമത്തെ ക്ലാസ് ആണ്. വീണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ചെയ്യാണ്. ചോദ്യത്തിലേക്ക് നേരിട്ട് കടക്കാം. ഒരു ഉദ്യോഗസ്ഥന്റെ വിരമിക്കൽ തീയതി 30/11/2025 വിരമിക്കൽ തീയതി. 25 വർഷത്തെ യോഗ്യതയുള്ള സേവനം പൂർത്തിയാക്കിയ ശേഷം 31/5/23 സർവീസിൽ നിന്ന് വിരമിക്കാൻ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പ്രകാരം അനുമതി നൽകി. അദ്ദേഹത്തിന് അർഹമായ പെൻഷൻ ഏതാണ്? അതായത് യഥാർത്ഥത്തിൽ വിരമിക്കേണ്ട തീയതിക്ക് മുമ്പായിട്ട് നമുക്ക് അപേക്ഷ കൊടുത്തിട്ട് വേണമെങ്കിൽ വിരമിക്കാം. അതിന് 20 വർഷം സർവീസ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. ആ വിരമിക്കലിനാണ് എന്ത് നമ്മൾ പറയുന്നത്? റിട്ടയറിംഗ് പെൻഷൻ എന്ന് പറയുന്നത്. റിട്ടയറിംഗ് പെൻഷൻ അതാണ് നമ്മുടെ വോളണ്ടറി റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ഒരു ഉദ്യോഗസ്ഥന്റെ വോളണ്ടറി റിട്ടയർമെന്റ് അനുവദിക്കുന്ന അധികാരി ആരാണ്? വോളണ്ടറി റിട്ടയർമെന്റ് അനുവദിക്കുന്ന അധികാരി എന്ന് പറയുന്നത് അയാളെ നിയമിച്ച അധികാരിയാണ്. അത് അപ്പോയിന്റിംഗ് അതോറിറ്റിയാണ്. അടുത്ത ചോദ്യം. ഒരു സർക്കാർ ജീവനക്കാരി 31/5/23 സൂപ്പർ അന്വേഷണിൽ വിരമിച്ചു. അവർക്ക് ആകെ 25 വർഷത്തെ സേവനമുണ്ട്. അതിൽ ആദ്യത്തെ 8 വർഷം പാർട്ട് ടൈം കണ്ടിജന്റ് സർവീസ് ആയിരുന്നു. പെൻഷനായി അവരുടെ യോഗ്യതയുള്ള സേവനം എത്രയാണ്? ശ്രദ്ധിക്കുക. ആകെ 25 വർഷം സർവീസോടുകൂടി ഒരു ഉദ്യോഗസ്ഥ വിരമിച്ചു. ആ 25 വർഷത്തിൽ ആദ്യത്തെ 8 വർഷം അവർക്ക് എന്തായിരുന്നു? പാർട്ട് ടൈം കണ്ടിജന്റ് ആയിരുന്നു. അപ്പൊ പാർട്ട് ടൈം സർവീസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആകെയുള്ള സർവീസിന്റെ പകുതി മാത്രമേ പെൻഷൻ കണക്കാക്കൂ. കാരണം അത് പാർട്ട് ടൈം ആണല്ലോ. അപ്പൊ 8 വർഷം സർവീസ് ഉണ്ട്, എത്ര കൂട്ടും? 4 വർഷം മാത്രമേ കൂട്ടുള്ളൂ. അപ്പൊ ഇവിടെ 25 ആകെ സർവീസ്, 8 അടക്കം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് 4 കുറച്ചാൽ മതി. അപ്പോൾ ആകെ 21 വർഷമായിരിക്കും അവരുടെ പെൻഷൻ അർഹതമായിട്ടുള്ള സേവനം. മനസ്സിലായല്ലോ? ഫുൾ ടൈം സർവീസ് മുഴുവൻ കൂട്ടും, പാർട്ട് ടൈം സർവീസിന്റെ പകുതിയും എടുക്കും. അതാണ് പെൻഷൻ എടുക്കുന്ന യോഗ്യത കാലം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം. 15 വർഷത്തെ യോഗ്യതയുള്ള സേവനമുള്ള ഒരു ഉദ്യോഗസ്ഥൻ 31/12/22 വിരമിച്ചു. പെൻഷനായുള്ള അദ്ദേഹത്തിന്റെ ശരാശരി വേതനം 32,000 രൂപയാണ്. അദ്ദേഹത്തിന്റെ പ്രതിമാസ പെൻഷൻ എത്രയാണ്? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മൾ 15 വർഷത്തെ സർവീസേ ഉള്ളൂ. 32,000 അദ്ദേഹത്തിന്റെ പ്രതിമാസം. പിന്നെ അവസാനത്തെ 10 ആവറേജ് എമോലുമെന്റ്, അതായത് അവസാനത്തെ 10 മാസത്തെ ശമ്പളത്തിന്റെ ശരാശരി എന്ന് പറയുന്നത് 32,000 രൂപയാണ്. അദ്ദേഹത്തിന്റെ പ്രതിമാസ പെൻഷൻ എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പൊ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കണക്ക് കൂട്ടാം? 15 വർഷം സർവീസേ ഉള്ളൂ. അപ്പൊ നമ്മൾ എടുക്കുക 32,000 ആവറേജ് എമോലുമെന്റ്സ്, അതിന്റെ പകുതി എടുക്കുക. അപ്പൊ 16,000 കിട്ടി. 16,000 ഗുണിക്കണം, പിന്നെ രണ്ടുകൊണ്ടൊന്നും കരിക്കണ്ടല്ലോ, അതുകൊണ്ട് നേരെ പകുതി എടുത്തോളൂ. 16,000 ഗുണിക്കണം 15 വർഷത്തെ സർവീസാണ്. അപ്പൊ 15/30 കൊണ്ട് ഗുണിച്ചാൽ മതി. 15/30 എന്ന് പറഞ്ഞാൽ അര. 16,000 ഗുണിക്കണം അര സമം 8,000 എന്ന് ആൻസർ കിട്ടും. പക്ഷേ നമുക്ക് മിനിമം പെൻഷൻ 11,500 ഉണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ ആൻസർ കണക്ക് കൂട്ടി കിട്ടുന്ന 8,000 അല്ല എടുക്കേണ്ടത്, മറിച്ച് മിനിമം പെൻഷനായ 11,500 ആയിരിക്കണം കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ. കുടിശ്ശികയുള്ള പെൻഷൻ തുക ലഭിക്കുന്നതിനുള്ള നോമിനേഷൻ അപേക്ഷ സമർപ്പിക്കേണ്ട ഫോറം ഏതാണ്? പെൻഷൻ കുടിശ്ശിക, അരിയേഴ്സ് ഓഫ് പെൻഷൻ, അതിന്റെ നോമിനേഷനുള്ള ഫോം നമ്പർ 16. ഫോം നമ്പർ 16 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. പെൻഷനുള്ള ശരാശരി വേതനം കണക്കാക്കുന്ന സർവീസിലെ അവസാനത്തെ എത്ര മാസമാണ്? അവസാനത്തെ 10 മാസത്തെ ശരാശരി വേതനമാണ് കണക്കാക്കുന്നത്. അടുത്തത്. സൂപ്പർ അന്വേഷണം പെൻഷൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ സേവനം. സൂപ്പർ അന്വേഷണം പെൻഷൻ, ഇവിടെ അത് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു തരേണ്ടതായിട്ടുണ്ട്. സൂപ്പർ അന്വേഷണം പെൻഷന് ആയ യോഗ്യകാലമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ സർവീസ് എത്രയുണ്ടെങ്കിൽ അവർക്ക് സൂപ്പർ അന്വേഷണം പെൻഷൻ കിട്ടുമെന്നാണ്. ഞാൻ ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. 9 വർഷം കിട്ടുമോ? കിട്ടില്ല.
9 വർഷവും 6 മാസവും അത് 10 റൗണ്ട് ചെയ്യും, അത് കിട്ടും. പിന്നെ ഒരു ഓപ്ഷൻ 9 വർഷവും 6 മാസവും 1 ദിവസവും, അതും നമ്മൾ എന്തായിട്ട് റൗണ്ട് ചെയ്യും? 10 റൗണ്ട് ചെയ്യും. അതിലും സൂപ്പർ അന്വേഷണം പെൻഷൻ കിട്ടും. അടുത്തത് 9 വർഷവും 1 മാസവും, 9 വർഷവും 1 ദിവസവും. ആ 9 വർഷവും 1 ദിവസവും ഉണ്ടെങ്കിലും നമ്മൾ 10 വർഷമായിട്ട് കണക്ക് കൂട്ടും. അതിനാണ് നമ്മൾ സ്പെഷ്യൽ റൗണ്ടിങ് എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും കുറഞ്ഞതാണ് ചോദിച്ചത്. സൂപ്പർ ആനുവേഷൻ പെൻഷൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ സേവനം ഇങ്ങനെ ഓപ്ഷൻ നോക്കി ചെയ്യണം കേട്ടോ. ഇതിനകത്ത് പല ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഏറ്റവും കുറഞ്ഞതെന്ന് ചോദിച്ചാൽ 9 വർഷവും 6 മാസവും ഉണ്ട്, 9 വർഷവും 6 മാസവും 1 ദിവസം ഉണ്ട്, 9 വർഷവും 1 ദിവസം ഉണ്ട്. അപ്പൊ ഏറ്റവും കുറഞ്ഞത് 9 വർഷവും 1 ദിവസമാണ്. 9 വർഷമായാൽ സൂപ്പർ അന്വേഷൺ പെൻഷൻ കിട്ടില്ല. 9 വർഷവും 1 ദിവസവും ആയാൽ അത് സ്പെഷ്യൽ റൗണ്ടിങ്ങിൽ 10 വർഷമായിട്ട് കണക്കാക്കും. അപ്പം നമുക്ക് സൂപ്പർ അന്വേഷൺ പെൻഷൻ കിട്ടും. അടുത്ത ചോദ്യം, DCRGയുടെ പരമാവധി തുക ലിമിറ്റ് ചെയ്തിരിക്കുന്നത് എത്രയാ? 17 ലക്ഷമാണ്. അടുത്ത ചോദ്യം, കമ്മ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന എത്ര ശതമാനമാണ്? 40%. പ്രത്യേകമായിട്ട് മിക്കവാറും ചോദിക്കുന്ന, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ചോദ്യത്തിലേക്ക് വീണ്ടും ഞാൻ വരാം. ലീവ് നോട്ട് ഡ്യൂ അവധിയിലായിരിക്കുമ്പോൾ ഒരു ജീവനക്കാരൻ ലീവ് നോട്ട് ഡ്യൂ ആണ്. അപ്പം നമ്മൾ വിചാരിക്കുക ജൂൺ 1 മുതൽ അയാൾ ലീവ് നോട്ട് ഡ്യൂ ആണ്. എന്താ ലീവ് നോട്ട് ഡ്യൂ? ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഒഴിവുകളിൽ തട്ടിക്കിഴിക്കാം എന്ന വ്യവസ്ഥയിന്മേൽ ഒരാൾ ലീവ് എടുക്കുന്നതിന് അയാളുടെ ക്രെഡിറ്റിൽ ലീവ് ഇല്ല. പക്ഷെ ഭാവിയിൽ അയാൾ ഏൺ ചെയ്യാവുന്ന പേ ലീവിൽ നിന്നൊക്കെ കുറയ്ക്കാം എന്ന രീതിയിൽ മുൻകൂറായി ലീവ് എടുക്കുന്ന, ഇത് സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിൽ അല്ലെ സ്ഥിരം ജീവനക്കാർക്ക് മാത്രമേ ഇത് അനുവദിക്കാറുള്ളൂ. ആ ലീവിനാണ് ലീവ് നോട്ട് ഡ്യൂ എന്ന് പറയുന്നത്. നിലവിൽ അവരുടെ ക്രെഡിറ്റിൽ ഒരു ലീവും ഉണ്ടായിരിക്കില്ല. അങ്ങനെ പിന്നെ ജൂൺ 1 അയാൾ ലീവ് നോട്ട് ഡ്യൂവിൽ പ്രവേശിച്ചു. കേൾക്കണം നിങ്ങൾ. ജൂലൈ 1 ആയപ്പോൾ അയാൾക്ക് വോളണ്ടറി റിട്ടയർമെന്റിന് അനുമതി കിട്ടി. എപ്പോഴാണ് അയാൾ വിരമിക്കേണ്ടതെന്നാണ് ചോദ്യം. ജൂൺ 1 ലീവ് നോട്ട് ഡ്യൂവിൽ പ്രവേശിച്ച ഒരാൾക്ക്, കറക്റ്റ് ഡേറ്റ് എഴുതുമ്പോൾ ചോദ്യം പറയുന്നില്ല, ഡേറ്റ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. ജൂലൈ 1 വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തോളാൻ പറഞ്ഞ് പെർമിഷൻ കിട്ടി. അയാൾ എന്ന് എടുക്കണം, അല്ലെ അയാളെ എന്ന് മുതൽ. അപ്പൊ ഈ ജൂൺ 1 മുതൽ അയാൾ ജൂലൈ 1 വരെ ലീവ് നോട്ട് ഡ്യൂല അല്ലേ. ഭാവിയിൽ ഞാൻ ഉണ്ടാകുമെങ്കിൽ തട്ടിക്കിഴിക്കാമെന്ന് പറഞ്ഞിട്ട് ലീവ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഭാവിയിൽ ഇയാൾ സർവീസിൽ ഉണ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ ഉണ്ടാവില്ല. അപ്പോൾ തട്ടിക്കഴിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ എന്ന് വെച്ച് പോകണം, അയാൾ ലീവ് തുടങ്ങിയ തീയതി മുതൽ തന്നെ അയാളെ റിട്ടയർ ചെയ്യണം, വോളണ്ടറി കൊടുക്കണം. എന്നാൽ ജൂൺ 1 അയാൾ ലീവ് തുടങ്ങുന്ന, ലീവ് നോട്ട് ഡ്യൂ തുടങ്ങുന്ന ദിവസം വെച്ച് അയാളെ റിട്ടയർ ചെയ്യിക്കണം. കാരണം എന്താ? അതിനുശേഷമുള്ള 1 മാസം അയാൾ ലീവ് നോട്ട് ഡ്യൂ, ഭാവിയിൽ എനിക്കുണ്ടാവുന്ന ലീവുകളിൽ തട്ടിക്കഴിക്കാമെന്ന് അയാൾ പറഞ്ഞിരിക്കുന്നത് ലീവ് നോട്ട് ഡ്യൂ എടുക്കുമ്പോൾ. പക്ഷേ ഭാവിയിൽ അയാൾ സർവീസിൽ ഉണ്ടാവോ? ഇല്ല. അപ്പോൾ അയാളെ ജൂലൈ 1 പിന്നെ റിട്ടയർ ചെയ്യിച്ചാൽ പോരാ. ജൂൺ 1 എന്നാണോ അയാൾ ലീവ് തുടങ്ങിയത്, ലീവ് നോട്ട് ഡ്യൂ തുടങ്ങിയത്, ആ ഡേറ്റ് വെച്ചിട്ട് തന്നെ അയാളെ റിട്ടയർ ചെയ്യണം. അടുത്ത ചോദ്യം, ഒരു പെൻഷനർക്ക് DCRG ലഭിക്കുന്നതിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ യോഗ്യത എത്രയാണ്? DCRGക്ക് 5 വർഷത്തെ സർവീസാണ് മിനിമം വേണ്ടത്. അരവർഷത്തിൽ താഴെയുള്ള ഭിന്നസംഖ്യ അടുത്ത പൂർണ്ണവർഷമായി കണക്കാക്കി യോഗ്യതയുള്ള സേവനം കണക്കാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് മിനിമം സർവീസ് ഫോർ പെൻഷന് വേണ്ടിയിട്ടാണ്. പല ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ സ്പെഷ്യൽ റൗണ്ടിങ് 3 കേസിലാണ് ഉള്ളത്. സാധാരണ എല്ലാ വർഷങ്ങളും സാധാരണ റൗണ്ടിങ് ഉണ്ട്. സാധാരണ റൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു 6 മാസവും അതിൽ കൂടുതലും സർവീസ് ഉണ്ടെങ്കിൽ അതിനെ തൊട്ടടുത്ത വർഷമായിട്ട് റൗണ്ട് ചെയ്യും, ഇൻ ദ കേസ് ഓഫ് പെൻഷൻ കണക്ക് കൂട്ടുമ്പോൾ. എന്നാൽ 3 സാഹചര്യങ്ങളിൽ 6 മാസം വേണമെന്നില്ല അടുത്തതായിട്ട് റൗണ്ട് ചെയ്യും. അത് ഒന്ന്, 9 വർഷവും 1 ദിവസവും, അല്ലെങ്കിൽ 3 മാസവും 4 മാസവും ഒക്കെ ഉണ്ടെങ്കിൽ അത് 10 റൗണ്ട് ചെയ്യും. അതെന്തിനു വേണ്ടിയിട്ടാ? മിനിമം പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാ. ഇനി 29 വർഷവും 1 മാസമോ 1 ദിവസമോ 2 ദിവസമോ ഒക്കെ കണക്ക് കൂട്ടിയാലും അത് 30 വർഷമായിട്ട് കണക്ക് കൂട്ടും. അതെന്തിനു വേണ്ടിയിട്ടാ? മാക്സിമം പെൻഷൻ 30 വർഷമാണ്, അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി 32 വർഷവും 1 ദിവസമെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ 33 സ്പെഷ്യൽ റൗണ്ടിങ് നടത്തും. അതെന്തിനു വേണ്ടിയിട്ടാ?
DCRGയുടെ പരമാവധി എന്ന് പറയുന്നത് 33 വർഷമാണ്. അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ 3 തരത്തിൽ 3 കേസിലാണ് സ്പെഷ്യൽ റൗണ്ടിങ് ഉള്ളത്. അടുത്ത ചോദ്യം, പെൻഷൻ പേയ്മെന്റ് ഓർഡർ പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? PPO പുറപ്പെടുവിക്കാൻ ആർക്കാ അധികാരം? അക്കൗണ്ടന്റ് ജനറലാണ്. അക്കൗണ്ടന്റ് ജനറലിനാണ്. അടുത്ത ചോദ്യം, DCRG കണക്കാക്കുമ്പോൾ 32 വർഷവും ഒരു ദിവസവും എങ്ങനെ കണക്കാക്കും? 32 വർഷവും ഒരു ദിവസവും 33 കണക്കാക്കും. ഇൻ ദ കേസ് ഓഫ് DCRGക്ക് മാത്രമേ 33 വർഷം എടുക്കുന്നുള്ളൂ. ഓക്കെ, അടുത്തത്, സർവീസിൽ 30/4/2023 സർവീസിൽ നിന്ന് വിരമിച്ച ഒരു ഹെഡ് ക്ലർക്കിന് ലഭിക്കാൻ അർഹതയുള്ള DCRG എത്രയെന്ന് കണ്ടെത്തുക. യോഗ്യതയുള്ള സേവനം 16 വർഷം. 16 വർഷമാണ് യോഗ്യതയുള്ള സേവനം. അവസാന ശമ്പളം 46,700. DA 7%. അപ്പോൾ അത് ഗുണിച്ചാൽ മതി. എന്ത് ചെയ്താൽ മതി? അവസാന ശമ്പളം 46,700, അതിൻ്റെ 7% DA കാണുക. അത് രണ്ടും കൂടെ കൂട്ടുക, പേയും DAയും കൂടി കൂട്ടുക. അതിനെ 16 വർഷം സർവീസ് ആയതുകൊണ്ട് 8 മാസം കൊണ്ട് ഗുണിക്കുക. 8 കൊണ്ട് ഗുണിക്കുക. പകുതിയാണ്. ഒരു വർഷത്തേക്ക് അരമാസത്തെ ശമ്പളം കൊടുക്കുക. അപ്പോൾ 8 കൊണ്ട് ഗുണിച്ചാൽ 3,99,752 രൂപ കിട്ടും. അതാണ് നമുക്ക് ലഭിക്കുന്ന ആൻസർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യന് ക്വസ്റ്റ്യൻ നമ്പർ 70 70ാമത്തെ ചോദ്യത്തിലാണ് നമുക്ക് ആൻസർ നിൽക്കുന്നത്. ഓക്കെ, 3,99,752 രൂപ. നിങ്ങളൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ബേസിക് പേ എത്രയാ? ലാസ്റ്റ് ബേസിക് പേ 46,700, DA 7%. അത് രണ്ടും കൂടെ കൂട്ടുക. കൂട്ടി കിട്ടുന്ന സംഖ്യയെ 16/2 കൊണ്ട് ഗുണിക്കുക. അല്ലെങ്കിൽ 16 വർഷം ആകെ സർവീസ് ഉള്ളൂ. അല്ലെങ്കിൽ 8 കൊണ്ട് ഗുണിച്ചാൽ ആൻസറെ കിട്ടുന്ന ആൻസർ 3,99,752. ഓക്കെ, അടുത്ത ചോദ്യം, എല്ലാ പെൻഷൻ അനുവദിക്കലുകളിലും ഭാവിയിലെ നല്ല പെരുമാറ്റം ഒരു വ്യവസ്ഥയായിരിക്കും. ഈ നിയമം ഏതാണ്? അത് KSR പാർട്ട് 3 റൂള് 2. അടുത്ത ചോദ്യം, ഒരു ജീവനക്കാരന്റെ ബാധ്യതകൾ സാധ്യമെങ്കിൽ വിരമിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ വിരമിച്ചതിന് ശേഷം താഴെ പറയുന്ന കാലയളവിനുള്ളിലോ തിട്ടപ്പെടുത്തി അദ്ദേഹത്തെ അറിയിക്കണം. ഒരു ആള് ഉദ്യോഗസ്ഥൻ വിരമിച്ചാൽ അയാളുടെ ബാധ്യതകൾ എന്തൊക്കെ ഉണ്ടെങ്കിലും മിനിമം 3 വർഷത്തിനുള്ളിൽ അയാളെ അറിയിച്ചിരിക്കണമെന്നാണ്. 3 വർഷത്തിനുള്ളിൽ അറിയിച്ചിരിക്കണം. ഇനി അടുത്ത ചോദ്യം, പെരുമാറ്റ ദൂഷ്യം കാരണം പിരിച്ചുവിടപ്പെട്ട ഒരു ജീവനക്കാരന് അർഹമായ സന്ദർഭങ്ങളിൽ അനുവദിക്കുന്ന അലവൻസ് ഏതാണ്? പെരുമാറ്റ ദൂഷ്യം മൂലം പിന്നെ പിരിച്ചുവിട്ടാൽ അയാൾക്ക് അനുവദിക്കുന്നത് കമ്പാഷനേറ്റ് അലവൻസ്. അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. കമ്പാഷനേറ്റ് അലവൻസ് എന്ന് പറഞ്ഞാൽ അയാളെ പിരിച്ചുവിടുന്ന ദിവസം പെൻഷനായിട്ട് പെൻഷൻ പറ്റിയതായി കണക്കാക്കി പെൻഷൻ കണക്ക് കൂട്ടി കിട്ടുന്ന തുകയുടെ പെൻഷൻ തുകയുടെ 2/3 ഭാഗം കൊടുക്കുന്നതിനാണ് കമ്പാഷനേറ്റ് അലവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പെൻഷന്റെ 2/3 ഭാഗമാണ് കമ്പാഷനേറ്റ് അലവൻസ് ആയിട്ട് കൊടുക്കുന്നത്. അതായത് കാരുണ്യ അലവൻസ് എന്നൊക്കെ അതിനും പറയും. അടുത്ത ചോദ്യം, റെഗുലർ എസ്റ്റാബ്ലിഷ്മെന്റിലേക്ക് മാറിയ ഒരു മുഴുവൻ സമയ കണ്ടിൻജന്റ് ജീവനക്കാരന്റെ സേവനകാലം പെൻഷനായി കണക്കാക്കുന്നത് എത്ര ശതമാനമാണ്? റെഗുലറിലേക്ക് മാറിയ കണ്ടിൻജന്റ് ജീവനക്കാരനായിരുന്നാൽ ആ കണ്ടിൻജന്റ് ജീവനക്കാരനായിരുന്ന കാലത്തെ 50% സർവീസാണ് ഇതിലേക്ക് പുതിയതായിട്ട് എടുക്കുക. പെൻഷനായിട്ട് എടുക്കുന്നത് 50%. അടുത്ത ചോദ്യം, DCRG admissible to the family of an employee who died in the 4th year of service. 4 വർഷം സർവീസായ ഒരു ഉദ്യോഗസ്ഥൻ, കേൾക്കണേ, 4 വർഷം സർവീസായ ഒരു ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടാൽ അയാൾക്ക് എത്ര ഇരട്ടി DCRG കിട്ടും? 6 ഇരട്ടി DCRG കിട്ടും. 6 കൊണ്ടാണ് ഗുണിക്കുക.
6 മടങ്ങ് DCRG കിട്ടും. ഒരു വർഷത്തിനുള്ളിൽ സർവീസിലിരിക്കെ ഒരു വർഷത്തിനുള്ളിൽ മരണപ്പെട്ടാൽ 2 കൊണ്ട് ഗുണിക്കും, 2 മടങ്ങ് DCRG കിട്ടും. 5 വർഷത്തിന് മുകളിൽ സർവീസ് ഉണ്ടെങ്കിൽ അയാൾക്ക് 12 മടങ്ങ് DCRG കിട്ടും. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ടൂറിലുള്ള ഒരു ഉദ്യോഗസ്ഥന് സൗജന്യ ബോർഡിങ്ങും ലോഡ്ജിങ്ങും നൽകിയാൽ DA എത്ര കൊടുക്കും? ബോർഡിങ്ങും നൽകി ലോഡ്ജിങ്ങും നൽകി. അയാൾക്ക് കൊടുക്കുന്ന DA എന്ന് പറയുന്നത് ഡെയിലി അലവൻസ് 1/4 DA ആണ്, 1/4 DA ആണ്. സർവീസിലിരിക്കെ ഒരു ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സ്വന്തം നാട്ടിലേക്കോ അല്ലെങ്കിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്ന മറ്റേതെങ്കിലും സ്ഥലത്തേക്കോ യാത്ര ചെയ്യുന്നതിനുള്ള യാത്രാബത്തയുടെ ക്ലെയിം കാലാവധി എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഒരു യാത്രാബത്ത നടത്തണമെങ്കിൽ അവര് 3 മാസത്തിനുള്ളിൽ, മരണത്തിന് ശേഷം, ഉദ്യോഗസ്ഥൻ മരിച്ചതിന് ശേഷം 3 മാസത്തിനുള്ളിൽ ക്ലെയിം ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ DA കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു സർവീസിലിരിക്കെ മരണപ്പെട്ട ഉദ്യോഗസ്ഥന്റെ കുടുംബത്തിന് സ്വന്തം നാട്ടിലേക്കോ അല്ലെങ്കിൽ അവർ താമസിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കോ യാത്ര ചെയ്യുന്നതിനുള്ള ട്രാവലിംഗ് അലവൻസ് ക്ലെയിം 3 മാസത്തിനുള്ളിൽ സമർപ്പിച്ചിരിക്കണം. അടുത്ത ചോദ്യം, ഒരു ഡിപ്പാർട്ട്മെന്റ് വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ 200 കിലോമീറ്ററിന് അപ്പുറമുള്ള ഇടത്താവളങ്ങളിൽ തങ്ങുന്നതിന് അനുവദനീയമായ ഡെയിലി അലവൻസ് എത്രയാണ്? വാഹനം ഉള്ളതുകൊണ്ട്, ഡിപ്പാർട്ട്മെന്റ് വാഹനം ഉള്ളതുകൊണ്ട് നമ്മൾ 200 കിലോമീറ്ററിന്റെ പുറത്ത് മാത്രമേ എന്തുണ്ടാവാൻ പറ്റൂ? പിന്നെ ഇന്റർമീഡിയറ്റ് ഹോൾട്ട് അനുവദിക്കാറുള്ളൂ. 200 കിലോമീറ്റർ വരെ ഒരു ഹോൾട്ടും അനുവദിക്കാറില്ല. 200 കിലോമീറ്ററിന് പുറത്താണ് യാത്രയെങ്കിൽ അവിടെ ഇന്റർമീഡിയറ്റ് ഹോൾട്ട് അനുവദിക്കാം. ഡിപ്പാർട്ട്മെന്റ് വാഹനത്തിലായതുകൊണ്ട് അയാൾക്ക് 1/2 DA ആണ് കൊടുക്കുക. 1/2 DA ആയിരിക്കും കൊടുക്കുക. മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം, ഔദ്യോഗിക കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ട ആസ്ഥാനത്ത് നിന്ന് 20 കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു സ്ഥലത്ത് 14 ദിവസത്തേക്ക് തങ്ങേണ്ടി വന്നാൽ അനുവദനീയമായ DA എങ്ങനെ കണക്കാക്കും? 20 കിലോമീറ്റർ ദൂരം 14 ദിവസം തങ്ങി. അതിൽ റൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ 10 ദിവസം ഫുൾ DA കൊടുക്കും, ബാക്കി 4 ദിവസത്തേക്ക് 1/2 DAയും കൊടുക്കും. ആദ്യത്തെ 10 ദിവസത്തിന് ഫുൾ DAയും ബാക്കി 4 ദിവസത്തേക്ക് 3/4 DAയുമാണ് കൊടുക്കുക. അടുത്ത ചോദ്യം, കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും നഗരങ്ങളിൽ പരിശീലനത്തിനായി നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർക്ക് ആദ്യ ദിവസത്തെ താവളത്തിനായുള്ള DA നിരക്ക് എത്ര ദിവസത്തേക്കാണ് അനുവദനീയമായിട്ടുള്ളത്? കേരളത്തിന് പുറത്താണെങ്കിൽ DA 30 ദിവസത്തേക്കാണ് ആദ്യത്തെ ഫുൾ DA കൊടുക്കുക. 30 ദിവസത്തേക്ക് ഫുൾ DA കൊടുക്കും ആദ്യത്തെ 30 ദിവസം. അടുത്ത ചോദ്യം, 1/2/2023 മുതൽ 10 ദിവസത്തേക്ക് തിരുവനന്തപുരത്തിന് പരിശീലനത്തിനായി നിയോഗിക്കപ്പെട്ട 8 കിലോമീറ്ററിനുള്ളിലുള്ള ഒരു ഗ്രേഡ് 2A ഉദ്യോഗസ്ഥന് അനുവദനീയമായ ഡെയിലി അലവൻസ് എത്രയാണ്? നോക്കണം. 8 കിലോ, സാധാരണഗതിയിൽ കോർപ്പറേഷനുകളിൽ ഒരു പരിശീലനത്തിന് പോയാൽ അവർക്ക് ഫുൾ DA കൊടുക്കും. എന്നാൽ ഇവിടെ 8 കിലോമീറ്ററിനുള്ളിലാണ് തിരുവനന്തപുരം അദ്ദേഹത്തെ സംബന്ധിച്ച് പരിശീലനത്തിന് വിട്ടത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് DA അനുവദനീയമല്ല. 8 കിലോമീറ്റർ ഉള്ളിലാവുമ്പോൾ DA അനുവദനീയമല്ല. ഓക്കെ, അടുത്ത ചോദ്യം, വികാസ് ഭവന്റെ 4ാം നിലയിലുള്ള ഒരു വകുപ്പിന്റെ റീജിയണൽ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ അതേ കെട്ടിടത്തിന്റെ 2ാം നിലയിലുള്ള ജില്ലാ ഓഫീസിലേക്ക് സ്ഥലം മാറ്റുകയും 3/9/2022 ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം റിലീവ് ചെയ്യുകയും ചെയ്തു. എങ്കിൽ അദ്ദേഹം പുതിയ ഓഫീസിൽ എപ്പോഴാണ് ജോയിൻ ചെയ്യേണ്ടത്? അപ്പോൾ അയാൾക്ക് എന്താ പറഞ്ഞിരിക്കുന്നത് എന്തെന്നാല്, ചോദ്യം നമ്പർ അപ്പോൾ അയാള് സ്ഥലം മാറ്റുക, പുതിയ ജോലി ജോയിൻ ചെയ്യേണ്ടത് 5/9/2022 FN-ലാണ്. 5/9/2022 FN-ലാണ് ജോയിൻ ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, ട്രാൻസ്ഫർ TA ക്ലെയിം ചെയ്യുമ്പോൾ താഴെ പറയുന്നവരിൽ കുടുംബാംഗങ്ങളിൽ ഉൾപ്പെടാത്ത, സ്ഥിരം ചോദ്യമാണ്. ട്രാൻസ്ഫർ TA ക്ലെയിം ചെയ്യുമ്പോൾ മാതാപിതാക്കളാണ് കുടുംബാംഗങ്ങളിൽ പെടാത്തവര്. ക്ലെയിം ചെയ്യുമ്പോൾ അവരെ ഉൾപ്പെടുത്താൻ പറ്റില്ല. അടുത്ത ചോദ്യം, മലയോരം ക്ലാസ് 1 ഓഫീസർ, അതായത് ഗ്രേഡ് 1 ഓഫീസർ, ബേസിക് പേ 70,000 അതിന്റെ മുകളിലും മലയോര മേഖലയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ഉദ്യോഗസ്ഥന് അർഹമായ അധിക ഡെയിലി അലവൻസ് എത്രയാണ്?
മലയോര മേഖലകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ക്ലാസ് 1 ഓഫീസർ അല്ലെ ഗ്രേഡ് 1 ഓഫീസർ ആണെങ്കിൽ അയാൾക്ക് 25% അധിക അലവൻസ് കിട്ടും. സാധാരണ നിരക്കിന്റെ 25% അധികം കിട്ടും. 25% ഓഫ് ദി ഓർഡിനറി റേറ്റ്. അടുത്ത ചോദ്യം, ഒരു ഉദ്യോഗസ്ഥന് നിർബന്ധിത വകുപ്പ് തല പരീക്ഷ എഴുതുന്നതിനായി പോകുന്നതിനും തിരികെ വരുന്നതിനുമുള്ള യാത്രാബത്ത എത്ര തവണ ക്ലെയിം ചെയ്യാൻ അർഹതയുണ്ട്? അതായത് നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതാൻ വേണ്ടി, അത് നിർബന്ധിതമായിട്ടുള്ള ടെസ്റ്റ് ആണെങ്കിൽ അയാൾക്ക് 2 തവണ പോകുന്നതിനും തിരികെ വരുന്നതിനുമുള്ള TA ക്ലെയിമിന് അർഹതയുണ്ട്. 2 തവണ മാത്രമേ ഉള്ളൂ. അടുത്ത ചോദ്യം, 1/1/2022 39,300 അടിസ്ഥാന ശമ്പളമുള്ള ഒരു ജീവനക്കാരൻ സംസ്ഥാനത്തിനകത്ത് യാത്ര ചെയ്യുമ്പോഴോ തങ്ങുമ്പോഴോ ലഭിക്കേണ്ട ഡെയിലി അലവൻസിന്റെ നിരക്ക് എത്രയാണ്? അപ്പൊ ഇവിടെ ബേസിക് പേ തരുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അത് ക്ലാസ് 3 ജീവനക്കാരനാണ്. ക്ലാസ് 3 ജീവനക്കാരന്റെ ഡെയിലി അലവൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ 500 രൂപയാണ്. ക്ലാസ് 3. അപ്പൊ ഗ്രേഡ് നോക്കുക, ഏത് ഗ്രേഡ് ജീവനക്കാരനാണെന്ന് നോക്കുക, അതിനനുസരിച്ച് ഇത് പറയുന്നതാണ്. ഇവിടെ 500 രൂപയാണ് ഗ്രേഡ് 3ക്ക്. ഇതിലൊരു സംശയമുണ്ടല്ലോ. ഗ്രേഡ് 3യിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡെയിലി അലവൻസ് 500 രൂപ. ചെക്ക് ചെയ്യട്ടെ, ഒന്ന് ചെക്ക് ചെയ്യണം. ഇത് 39,300 ആണ് ബേസിക് പേ. ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഞാൻ അടുത്തതിൽ പറഞ്ഞുതരാം, സംശയമുണ്ട്. 39,300 ബേസിക് പേയിൽ 500 രൂപയാണ് അയാളുടെ ഡെയിലി അലവൻസ്. 39,300 ബേസിക് പേ ആണെങ്കിൽ അയാളുടെ സംസ്ഥാനത്തിനകത്ത് യാത്ര ചെയ്യുമ്പോൾ അയാളുടെ ഡെയിലി അലവൻസ് 500 രൂപയാണ്. സംസ്ഥാനത്തിന് പുറത്താണെങ്കിൽ 150 രൂപയും കൂടി കൂടുതൽ വരും, അപ്പോൾ 650 ആവും. ഇപ്പം സംസ്ഥാനത്തിന് പുറത്തും സംസ്ഥാനത്തിനകത്തും തമ്മിൽ 150 രൂപയുടെ വ്യത്യാസമാണ് ഉള്ളത്. അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കും. ക്ലാസ് 3L ഓക്കെ. അടുത്ത്, പൊതു താല്പര്യാർത്ഥം ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുമ്പോൾ അനുവദനീയമായ യാത്രാ സമയത്തിൽ എത്ര ദിവസത്തെ തയ്യാറെടുപ്പ് സമയം ഉൾപ്പെടും? പൊതു താല്പര്യാർത്ഥം സ്ഥലം മാറ്റുമ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് എല്ലാ ട്രാൻസ്ഫറിലും റിക്വസ്റ്റഡ് അല്ലാതെ, റിക്വസ്റ്റഡ് ട്രാൻസ്ഫറിന് എന്തില്ല? പ്രിപ്പറേഷൻ ടൈം ഇല്ല, ആക്ച്വൽ ജേർണി ടൈം മാത്രമേ കൊടുക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ പൊതു താല്പര്യാർത്ഥം ഒരാളെ മാറ്റിയാൽ അയാൾക്ക് 6 ദിവസത്തെ പ്രിപ്പറേഷൻ ടൈം കൊടുക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഒരു ജീവനക്കാരന് ജോയിനിങ് ടൈമായിട്ട് അനുവദിക്കാവുന്ന പരമാവധി ദിവസങ്ങൾ എത്ര? അത് കേരളത്തിനകത്തോ പുറത്തോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പരമാവധി നമ്മൾ കേരളത്തിന് പുറത്തുള്ള ഒരു കേസ് എടുക്കേണ്ടി വരും. ഒരു ജോയിനിങ് ടൈം പരമാവധി അനുവദിക്കാൻ പറ്റുന്നത് 30 ദിവസമാണ്. അത് ഞായറാഴ്ച ഉൾപ്പെടെയാണ് കേട്ടോ. ഈ 30 ദിവസം ജോയിനിങ് ടൈം എടുക്കുമ്പോൾ ഞായറാഴ്ചയെ നമ്മൾ ഒഴിവാക്കില്ല. ഞായറാഴ്ച 30 ദിവസത്തിൽ പെടും, എണ്ണും, ആ എണ്ണത്തിൽ വരും എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കുക. അല്ല, നമ്മൾ 6 ദിവസം പ്രിപ്പറേഷൻ ടൈം എടുക്കുന്ന കേസിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഞായറാഴ്ച ഒഴിവാക്കിയിട്ടാണ് 6 ദിവസം എണ്ണുക. ഇത് തമ്മിൽ അതാണ് മാറ്റം, അത് ഓർമ്മിക്കണം. 30 ദിവസം ജോയിനിങ് ടൈം എടുക്കുന്ന കേസുകളിൽ ഞായറാഴ്ചയെ നമ്മൾ 30ൽ പെടുത്തും, ഒഴിവാക്കാറില്ല. ഞായറാഴ്ചകൾ ഉൾപ്പെടെ 30 ദിവസം. അടുത്ത ചോദ്യം, 2022 ഏപ്രിൽ ആലപ്പുഴയിൽ നിന്ന് മലപ്പുറത്തേക്ക് ഒരു ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി. പഴയ സ്റ്റേഷനിൽ അദ്ദേഹത്തിന്റെ അടിസ്ഥാന ശമ്പളം 70,000 രൂപയായിരുന്നു. ഓക്കെ, അപ്പോൾ ഗ്രേഡ് 1 ഓഫീസറാണ് എങ്കിൽ ഗതാഗത ചെലവ് ക്ലെയിം ചെയ്തുകൊണ്ട് പുതിയ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന വ്യക്തിഗത സ്ഥാപനങ്ങളുടെ പരമാവധി ഭാരം എത്രയാണ്? ഇത് റിപ്പീറ്റ് ക്വസ്റ്റൻ കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് ഗ്രേഡ് 1 ഓഫീസർക്ക്, അതായത് ബേസിക് പേ 70,000 അതിൻ്റെ മേലെയുള്ളവരാണ് ഗ്രേഡ് 1 ഓഫീസർ. ഗ്രേഡ് 1 ഓഫീസർ ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ, അല്ലെ സ്ഥലം മാറ്റത്തിന് പോകുമ്പോൾ അദ്ദേഹത്തിന് ലഗേജ് കൊണ്ടുപോകാം. അപ്പോൾ TA ക്ലെയിമിന് വേണ്ടി മാക്സിമം ലഗേജ് കൊണ്ടുപോകാവുന്ന ഭാരം എന്ന് പറയുന്നത് 3000 കിലോഗ്രാം ആണ്. ഓർമ്മിച്ചിരിക്കണം, 3000 കിലോഗ്രാം. ഗ്രേഡ് 1 ഓഫീസറുടെ ഇൻസിഡന്റൽ ചാർജ് എത്ര പൈസയാണ്? 90 പൈസയാണ്. ഇതൊക്കെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. അടുത്ത ചോദ്യം, 24 മണിക്കൂറിനുള്ളിൽ എന്നാൽ 2 കലണ്ടർ ദിവസങ്ങളിലായി 2 ഔട്ട് സ്റ്റേഷൻ യാത്രകൾ നടത്തിയാൽ ആസ്ഥാനത്തു നിന്നുള്ള അഭാവം, ആബ്സെൻസ് ഫ്രം ഹെഡ് ക്വാർട്ടേഴ്സ്, എങ്ങനെ കണക്കാക്കും? ഒരു ദിവസമായിട്ട് കണക്കാക്കും. 24 മണിക്കൂറിനുള്ളിൽ 2
കലണ്ടർ ദിവസങ്ങളിലായിട്ട് 2 ഔട്ട് സ്റ്റേഷൻ യാത്ര നടത്തി. അപ്പോൾ അതിനെ ഒരു ദിവസമായിട്ട് മാത്രമേ കണക്കാക്കുകയുള്ളൂ. അടുത്ത ചോദ്യം, PSC നിർദ്ദേശപ്രകാരം കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ആദ്യ നിയമനത്തിൽ ജോയിൻ ചെയ്യാൻ യാത്ര ചെയ്ത ഒരാൾ യാത്രാഭർത്തയ്ക്ക് അർഹനാണോ? അല്ല, അയാൾ യാത്രാഭർത്തയ്ക്ക് അർഹനല്ല. കാരണം PSC നിയമനം അയാൾക്ക് കിട്ടിയിട്ടില്ല. ആദ്യം ജോയിൻ ചെയ്യാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു യാത്രാഭത്തയും കൊടുക്കില്ല. അടുത്ത ചോദ്യം, താൽക്കാലിക സ്ഥലം മാറ്റം എന്നാൽ എത്ര മാസത്തേക്ക് കഴിയാത്ത കാലയളവിലേക്ക് ഒരു സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനെ മറ്റൊരു സ്റ്റേഷനിലെ ഡ്യൂട്ടിയിലേക്കുള്ള സ്ഥലം മാറ്റത്തെയാണ് നമ്മൾ താൽക്കാലിക സ്ഥലം മാറ്റം എന്ന് പറയുന്നത്. അത് എത്ര മാസമായിരിക്കും ആ സ്ഥലം മാറ്റം? അത് 2 മാസമാണ്. 2 മാസത്തേക്ക് ഒരു സ്റ്റേഷനിലെ ഡ്യൂട്ടിയിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ മറ്റൊരു സ്റ്റേഷനിലെ ഡ്യൂട്ടിയിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ താൽക്കാലിക സ്ഥലം മാറ്റം എന്ന് പറയുന്നത്. ഈ സ്ഥലം മാറ്റ യാത്ര എവിടം മുതൽ എവിടം വരെയാണ്? അത് റെസിഡൻസ് ടു റെസിഡൻസാണ്. താമസസ്ഥലത്തു നിന്ന് അടുത്ത താമസസ്ഥലത്തേക്കുള്ള മാറ്റമാണ് ഈ ട്രാൻസ്ഫർ TA കൊടുക്കുന്നത്. അടുത്ത ചോദ്യം, വിരമിച്ചതിന് ശേഷം ഒരു ഉദ്യോഗസ്ഥന് യാത്രാബത്ത അനുവദനീയമാണെങ്കിൽ അത് താഴെ പറയുന്നവയും ബന്ധവുമായിട്ട് പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഈ വിരമിച്ചതിന് ശേഷം ഒരു ഉദ്യോഗസ്ഥന് അയാൾക്ക് സ്വന്തം വീട്ടിലേക്ക് പോകാൻ അല്ലെങ്കിൽ റിട്ടയർമെന്റിന് ശേഷം സ്ഥിരതാമസമാക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി TA മുൻകൂറായിട്ട് അനുവദിക്കും. ആ മുൻകൂറായിട്ട് അനുവദിക്കുന്ന TA അത് യഥാർത്ഥത്തിൽ വേണ്ട TA-യുടെ 75% അഡ്വാൻസ് ആയിട്ട് അനുവദിക്കുക. അതും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. അഡ്വാൻസ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. യഥാർത്ഥത്തിൽ വേണ്ട TA-യുടെ 75% നമുക്ക് അഡ്വാൻസ് കൊടുക്കാം. ഒരു ഉദ്യോഗസ്ഥൻ സബ്സ്റ്റൻസ് അലവൻസിന് അർഹനാകാതെ അവധിയിലിരിക്കെ സസ്പെൻഷനിലായാൽ എന്ത് വരും? അവധി റദ്ദാക്കുകയില്ല, സബ്സ്റ്റൻസ് അലവൻസ് കിട്ടുകയില്ല. കാരണം അവധിയിലായതുകൊണ്ട് സബ്സ്റ്റൻസ് അലവൻസ് കിട്ടില്ല. അവധി കഴിയുന്ന ദിവസം മുതലേ സബ്സ്റ്റൻസ് അലവൻസ് കിട്ടുള്ളൂ. അവധി റദ്ദാക്കുകയും ഇല്ല. ഡയസ്നോൺ കാലയളവ് താഴെ പറയുന്നവയിൽ എന്തിനു വേണ്ടി കണക്കാക്കും? ഡയസ്നോൺ കാലയളവ് നമുക്കൊരു ഓപ്ഷൻസ് ഒന്ന് നോക്കാം. അതിൽ ഓപ്ഷൻ പറയുന്നത് ഏൺ ലീവ് കണക്കാക്കുമോ? ഡയസ്നോൺ ഏൺ ലീവിന് കണക്കാക്കില്ല, ഇതാണ് സത്യം. പിന്നെ പേ ആൻഡ് അലവൻസ് കണക്കാക്കില്ല. പേ ആൻഡ് അലവൻസിന് ഡയസ്നോൺ കണക്കാക്കില്ല. ഹാഫ് പേ ലീവിന് എന്ത് കണക്കാക്കും? ഈ ഡയസ്നോൺ പീരീഡ് ഹാഫ് പേ ലീവ് കണക്കൂട്ടാൻ വേണ്ടി എടുക്കുന്നതാണ്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അവധിയിലായിരുന്നാൽ ആ ഉദ്യോഗസ്ഥന് നീണ്ട അവധിയിലായിരുന്നു എത്ര കാലം വരെ HRI കൊടുക്കും? അത് നമ്മൾ നിരവധി തവണ പറഞ്ഞതാണ്. 180 ദിവസം വരെ മാത്രമേ അയാൾക്ക് HRI കൊടുക്കുള്ളൂ. ഒരു ഉദ്യോഗസ്ഥൻ 250 ദിവസം ലീവിലാണെന്ന് വെച്ചോ, ഏതെങ്കിലും തരം ലീവിൽ. എന്നാൽ 180 ദിവസം വരെ അയാൾക്ക് HRI കൊടുക്കും. അതിനുശേഷം വരുന്ന കാലയളവിൽ HRI ലഭിക്കുന്നതല്ല. ഒരു പോസ്റ്റിലെ നിലവിലെ ചുമതലകൾ, ചോദ്യം ഇതും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കാണുന്നത്, ഒരു പോസ്റ്റിലെ നിലവിലെ ചുമതലകൾ നിർവഹിക്കാൻ നിയമിക്കപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആ പോസ്റ്റിന്റെ താഴെ പറയുന്ന ഏത് പ്രവർത്തനങ്ങളാണ് നിർവഹിക്കേണ്ടത്? അത് വർക്ക്സ് ഓഫ് റൂട്ടീൻ നേച്ചർ ഇൻ റെസ്പെക്ട് ഓഫ് ദാറ്റ് പോസ്റ്റ്. ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട പതിവ് സ്വഭാവമുള്ള ജോലികൾ നിർവഹിക്കാനാണ് ആ ഉദ്യോഗസ്ഥന്റെ ഒരു ബാധ്യത എന്ന് പറയുന്നത്. അത് അഡീഷണൽ ഡ്യൂട്ടി കൊടുത്താലും പിന്നെ ഫുൾ അഡീഷണൽ ചാർജ് കൊടുത്താലും അങ്ങനെ തന്നെയാണ്. ആ ഫുൾ അഡീഷണൽ ചാർജ് കൊടുക്കുന്ന ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട പതിവ് സ്വഭാവമുള്ള ജോലികൾ, അതാണ് നമ്മൾ റൂട്ടീൻ വർക്ക് എന്ന് പറയുന്നത്. റൂട്ടീൻ വർക്ക് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് അയാളുടെ ഏറ്റവും പ്രാഥമികമായ അയാളുടെ ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ മുഴുവൻ ചോദ്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ 41 ക്ലാസ്സുകളായി. നോക്കട്ടെ, ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ കഴിഞ്ഞ് നമുക്ക് ഒരു സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് കുറച്ച് എടുത്ത് അങ്ങനെ മാത്രം ചെയ്യും. ബാക്കി ഇപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വളരെ ടച്ച് ആയിട്ടുണ്ട്. നിരന്തരമായി ചോദിക്കുന്ന ചോദ്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ക്ലാസ് കേട്ട എല്ലാവർക്കും
നന്ദി, നമസ്കാരം.